ദൈവമേ കാത്തോളണേ. ദൈവമേ ആരത് കളിയിടല്? ഭൂമി എവിടെയത്? ഭൂമി കിട്ടി പൊന്നെ. ഇന്ത്യ, കേരളം, എറണാകുളം. ഓക്കെ. അത് ശരി, ബേഡി കളിക്കണത് വിളിച്ചോണ്ട് എന്താ വേറൊരു പണിയിൽ ചേർത്തമ്മർ നമ്മുടെ കളി മുടക്കാൻ വേണ്ടി. മോനെ, സമയം എത്രയായി? 1:30. ഭാര്യയായിരിക്കും അല്ലേ? അപ്പൊ ഭാര്യ തന്നെ. കഷ്ടപ്പാടുണ്ടാവും. ഒന്ന് മുട്ടി നോക്കാം. ഭൂതം ഭാവി വർത്തമാനം, ഇതിലേതാ മോന് വേണ്ടത്? ഒന്നും വേണ്ട ചേട്ടാ. ചേട്ടനോ? മോൻ്റെ മുഖം നോക്കി കുറച്ച് ലക്ഷണങ്ങൾ പറയാം. ഒരു 100 രൂപ തന്നാൽ പറയാം. മോന് കുറച്ച് കഷ്ടകാലമൊക്കെ വരാനുണ്ട്. പൈസ തരാമെങ്കിൽ പറയാം. വേണ്ട സ്വാമി. എൻ്റെ മുഖത്ത് നോക്കി ഒറ്റ ഒരാളും ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, കയറി മാറി ഒന്നുമില്ല, ഒരു 50 രൂപയ്ക്ക് ഉറപ്പിക്കാം. ബാക്കി കാര്യങ്ങൾ ഫ്രീ ആയിട്ട് പറയാം. വേണ്ട. പിന്നെ നീ എത്ര തരും? എൻ്റെ കൈ പൈസയൊന്നുമില്ല. കള്ള സെയിം പിച്ച്. ഓ, കേറിയേക്കുന്നു. സാം. ആ ക്ലാര, ഞാൻ എടുക്കട്ടെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവിടെ എത്തിയിട്ട് പറ. അവിടെ എത്തട്ടെ എന്നിട്ട് പറയാം. ഇവിടെ നിന്നോട്ടോ ക്ലാര. നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ? പറയാം. ആദ്യം മധുരം കഴിക്കും. കലിപ്പാണല്ലോ. ശുഭകാര്യങ്ങൾ പറയുന്നതിന് മുൻപ് മധുരം കഴിക്കുന്നത് നല്ലതാണല്ലോ. ഞാൻ അറിയാൻ പാടില്ലാത്ത എന്ത് ശുഭകാര്യം നിനക്കുള്ളേ? ഇന്ന് എന്നൊരു കൂട്ടർ പെണ്ണാണാൻ വന്നു. അടിപൊളി. ഈ മാസം 11-ാം തീയതി എന്റെ മനസ്സമ്മതാ. എന്റെ പപ്പ അതങ്ങ് ഉറപ്പിച്ചു. ഇത് പറയാനാണോ നീ അവിടെ നിന്ന് ഇവിടം വരെ വന്നത്? ഇത് നിനക്ക് ആ റോഡിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നോ? ഓ, റോഡിൽ വെച്ച് കണ്ട് പറഞ്ഞു പിരിയാനും മാത്രമുള്ള ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? സാം, നീ എന്തോന്നും മിണ്ടാത്തത്? ഞാനെന്തു പറയാനാ? നീ പറയുന്നുണ്ടല്ലോ, നീ പറ, ഞാൻ കേൾക്കാം. നിനക്കൊന്നും പറയാനില്ലേ? ഓ, ഞാൻ കരുതി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുമെന്ന്. നിനക്കെന്നെ വേണ്ടി വരുമെന്ന്. ഞാൻ വെറും മണ്ടി. നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ? നീ എന്തായി കാണിക്കുന്നേ? എന്നെ വിട്. നിനക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അതിലുരുകും കനവുകളിലെ അകലുകയോ നീ എന്റെ മാത്രം.
ആൻഡ്രോസ് അച്ഛാ, വൈശാഖ, എനിക്ക് അവളെ വേണം. എനിക്ക് അവളില്ലാണ്ട് പറ്റത്തില്ല. പ്ലീസ്, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അവളെ അത്രയ്ക്ക്. എടാ സാമ, നീ മോശമാവില്ലടാ. അവളെ പെണ്ണ് വന്ന് കണ്ട് മനസ്സമ്പുറപ്പിച്ചിട്ടല്ലേ. കല്യാണം ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാന്ന്. നീ ഒന്ന് അടങ്ങ്. ഒന്നും നടന്നില്ലെങ്കിലേ നമുക്ക് അവളങ്ങോട്ട് പൊക്കാം. എന്തേ? ഇത്രയുള്ള പരിപാടി. ഈ പ്ലാനും പദ്ധതിയൊന്നും എനിക്ക് വേണ്ട. എൻ്റെ മുമ്പിൽ ആകെയുള്ളത് 1 മാസത്തെ സമയം. അതിനുള്ളിൽ കുറച്ച് പൈസ ഉണ്ടാക്കി അവളെ കൊണ്ട് ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കണം. അതിപ്പോൾ ആരെ കൊന്നിട്ടാണെങ്കിലും. എടാ, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കടാ. നമുക്ക് റിലാക്സ് ചെയ്തിരുന്ന് ആലോചിക്കാം. പിന്നെ നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ കൂടെയും പ്രശ്നമല്ലേ? അതൊന്നും നീ മനസ്സിലാക്കാത്ത. ഒരു വഴിയുണ്ട്. പെരുവഴിയായിരിക്കും. എന്താ വഴി? വെയിറ്റ് ചെയ്, പറയാം. ഇനി വെയിറ്റും ചെയ്യണോ? അങ്ങനൊന്നുമില്ലടാ. നീ വന്നേൻ പിടിരി. ഓ, ഇന്നലെ സാമിൻ്റെ കാര്യം ആൻഡ്രോസ് അച്ഛൻ വളരെ സീരിയസ് ആയി ഒരു മേറ്റനോട് സംസാരിച്ചു. എന്ത് കാര്യം? എന്ത് കാര്യം? അത് ശരി, നിന്നോടല്ലേ പറഞ്ഞേ? എന്നോടെന്നെ പറഞ്ഞു നീ, പക്ഷെ എനക്കൊന്നും മനസ്സിലായി. അടിപൊളി. എടാ, നമ്മുടെ സാമ് വെള്ളടിച്ച് ക്ലാരയുടെ കല്യാണം ഉറപ്പിച്ച കേസ് എന്തൊക്കെയോ പറഞ്ഞ് ആകെ അലമ്പായി, മൊത്തം സീനായി. പിന്നെ ഞാനൊരു വിധത്തിൽ കാര്യം പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. എന്ത്? നമ്മുടെ ബോസിൻ്റെ അടുത്തേ 1 മാസത്തെ ക്യാരിയർ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. അത് വേണോ? പിന്നല്ലാണ്ട് ഞാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് വേറെ എന്ത് ചെയ്യാനാ? അതും ശരിയാണ്. ചോറ പരിപാടിയാണ്, കുറച്ച് റിസ്ക് ഉണ്ട്. നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ. ബോസ് സമ്മതിച്ചാൽ മതിയായിരുന്നു. നീ അങ്ങോട്ട് ഇത്ര രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി? വല്ല ഇന്റർവ്യൂ ഉണ്ടോ? വന്നാ. നീ ഇന്നലെ എപ്പോഴാ പോയ? ടെൻഷൻ കറഞ്ഞ അടിച്ച് ഓഫായി പോയി. സത്യം പറ, നിനക്ക് വല്ല ഇന്റർവ്യൂ ഉണ്ടോ? വേണമെങ്കിൽ ഞാനൂടെ വരാടാ, വല്ല കിളികളുണ്ടെങ്കിൽ. എടാ മയിലേ, നീ ഇന്നലെ ഏതാണ്ട് ഉരുട്ടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ അതും പ്രതീക്ഷിച്ചു വന്നതാ. നിന്റെയൊക്കെ വാക്കും കേട്ട് രാവിലെ എന്നെ ഈ കോപ്പും കെട്ടി തൂക്കി ഇറങ്ങി എന്നെ വേണം പറയാൻ. എന്തായിരുന്നേ? ബോംബെ ഡി കമ്പനി അധോലോകം എന്താ വിടല്. ഞാൻ ദാവൂദിനൊപ്പം ചേരും. ഓ അളിയ, അത് ഒരു 10 മിനിറ്റ് ഇപ്പൊ ശരിക്കും തരാം. ആഹാ, അടിപൊളി. ഒരു വൈറ്റ് ഷർട്ടായിരുന്നെങ്കിൽ ഒരു വക്കീലിന്റെ ലുക്കൊക്കെ ഉണ്ടായിന്. ഈ കോലത്തിലാണ് അങ്ങോട്ട് വരണേ. എന്റെ കൂടെ വരണ്ടട്ടാ, അവിടെ ഒന്നും പറ്റില്ല. ഈ ലുക്കിന് എന്ത് കുഴപ്പം? അടിപൊളിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിനക്കൊരു വക്കീലിന്റെ ലുക്കൊക്കെ ഉണ്ടടാ. അച്ഛാനി വക്കീലന്മാരുടെ കൂടെ നടന്നിരുന്നത് ഇപ്പൊ ആരെ കണ്ടാലും വക്കീലായി. ശരിയാ, ഗതികേട്. അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാന്? ആ കേസിന്റെ പുറകെ നടന്ന സമയം LLBക്ക് പോയി ഞാനിപ്പോ ഒരു വക്കീലായിന്. എന്ത് പറയാനാ, എല്ലാം കാലക്കേട്. അപ്പൊ ശരിടാ മക്കളെ, വൈകിട്ടാണോ? ഓക്കെ ശരി. അപ്പൊ എങ്ങനെയാ കൊണ്ടുവരാ? വല്ല തടയോ നോക്കാ ചായ. തടയും, കൊണ്ടുവാ. എന്റെയും എന്റെ വക്കീലിന്റെയും പ്രാർത്ഥന എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. ആ വക്കീലിന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇന്നങ്ങേർക്ക് പച്ചവെള്ളം പോലും കിട്ടത്തില്ല. നീ ആദ്യം ഡ്രസ്സ് ഒന്ന് മാറ്റിക്കേ. അല്ലേലും ഈ കൊലത്തിൽ പോയാൽ നിനക്കും പച്ചവെള്ളം കിട്ടില്ല. ഇതേ വേറെ വേണ്ട, അണ്ടർ വേൾഡ്.